ടൂർ പ്രോഗ്രാം നേപ്പാളിലേക്ക് പോയ സംഘത്തിൽ പയ്യന്നൂർ മണ്ഡലത്തിൽപ്പെട്ട അന്നൂരിൽ ഉള്ള ഒരു സ്ത്രീ ഉള്ളതായി ഇന്നലെയാണ് വിവരം കിട്ടിയത്. ആ വിവരം കിട്ടിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടത്തി. അപ്പോൾ അവർ ആ സംഘം തന്നെ മിസ്സിംഗ് ആണ് എന്ന നിലയിലുള്ള വിവരമാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ അവരൊരു വനത്തിനുള്ളിലാണുള്ളത്, വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ടാണുള്ളത്, എവിടെയും പോകാൻ പറ്റുന്നില്ല എന്ന നിലയിൽ വിവരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ ഒരന്വേഷണം നടത്തി. ആ നിലയിൽ അവരെ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചു. അവരുടെ ഫോൺ നമ്പർ കിട്ടിയെങ്കിലും ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് എന്ന മറുപടിയാണ് കിട്ടിയത്. ഒന്നുകിൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരിക്കാം, അതല്ലെങ്കിൽ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയതായിരിക്കാം. ഏതായാലും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ ഉള്ള ബന്ധപ്പെടൽ രാത്രി തുടർന്നുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ പുലർച്ചെ ഒരു 2-2:30 മണിക്ക് അവരെ കണ്ടെത്തുകയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തതായി വിവരം ലഭിച്ചു. ഇന്ന് രാവിലെ, അതൊരു ഗ്രാമപ്രദേശമാണ്, ഇന്ന് രാവിലെ അവിടെ നിന്ന് കുറേ കൂടി സുരക്ഷിതമായ പട്ടണ പ്രദേശത്തേക്ക് മാറ്റിയതായും വിവരം ലഭിച്ചിരുന്നു. ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായി പോയതാണ്. പയ്യന്നൂർ മണ്ഡലത്തിൽപ്പെട്ട ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽപ്പെട്ട 5-6 പേരുണ്ടായിരുന്നു എന്ന നിലയിൽ തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യറും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെട്ടതായി ഇന്നലെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ തിരിച്ചു വരാൻ അവരുടെ ടിക്കറ്റ് 29-നാണ്. 29-ന് ഫ്ലൈറ്റ് ടിക്കറ്റ് നേരത്തെ എടുത്തതാണ്. അപ്പോൾ അത് മാറ്റിക്കിട്ടുമോ എന്ന ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ 29-ൻ്റെ ഫ്ലൈറ്റിൽ മാത്രമേ അവർക്ക് തിരിച്ചു വരാൻ സാധിക്കൂ. ആശങ്കപ്പെടേണ്ട ഒരു വിഷയമില്ല, എല്ലാവരും സുരക്ഷിതമാണ് എന്ന് വിവരം ലഭിച്ചു. അവരുടെ കുടുംബാംഗങ്ങളെയും ആ വിവരം അറിയിച്ചിട്ടുണ്ട്.